മുസ്ലിം ലീഗിന്റെ ഒരു ഓഫീസ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്റെ മുൻപിരിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരുമായി നൂറുകണക്കിന് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ ഇരിപ്പുണ്ട്. പക്ഷെ ഈ വേദിക്കപ്പുറത്ത് ലീഗിനെ വിമർശിക്കുന്ന, ലീഗ് തകരണമെന്ന് ആഗ്രഹിക്കുന്ന ലീഗിന്റെ എതിരാളികൾ ഉണ്ടാവും. നമ്മുടെ ഒക്കെ മനസ്സിലൊരു ചോദ്യമുണ്ട്, എന്താണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസക്തി എന്താണ്? അതിന് നിങ്ങളുടെ ആസാമിനെ കുറിച്ച് പഠിക്കണം. ആസാമിലെ ബിജെപിയുടെ ഒഫീഷ്യൽ പേജിൽ അവർ പങ്കുവച്ച ആ വീഡിയോ അത് ആരംഭിക്കുന്നത് നീണ്ട താടിയുള്ള തൊപ്പി വച്ച ഒരാൾ ഇറച്ചി വെട്ടുന്ന ദൃശ്യങ്ങളോടെയാണ്. ഒരാൾ ഇങ്ങനെ ഇരുന്ന് ഇറച്ചി വെട്ടാണ്, തൊപ്പിയുള്ള ഒരാള്. അവിടെ താഴെ എഴുതി കാണിച്ചു ഭായ്ജാൻ. ഭായ്ജാൻ എന്ന് വെച്ചാൽ ഇക്കാക്ക എന്നാണ് അർത്ഥം. അങ്ങനെ ഇറച്ചി വെട്ടുന്ന മുസ്ലിമിന്റെ ചിത്രത്തോടെ ആസാമിലെ ബിജെപിയുടെ വീഡിയോ ആരംഭിക്കും. പിന്നെ ഗുവാഹട്ടിയിലെ എയർപോർട്ട് കാണിക്കും, അവിടുത്തെ മ്യൂസിയം കാണിക്കും. ആസാമിലെ ചരിത്ര പ്രസിദ്ധമായ പ്രദേശങ്ങൾ മുഴുവൻ ആ വീഡിയോയിൽ കാണിക്കും. പക്ഷെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ആ വീഡിയോയിൽ മുഴുവൻ പശ്ചാത്തലം നിറയെ നടന്നു പോകുന്നത് തൊപ്പിവച്ച നീണ്ട താടിയുള്ള പുരുഷന്മാരും പർദ്ദ ധരിച്ച സ്ത്രീകളുമാണ്. അതിന്റെ ഒടുവിൽ അവർ ഒരു കമന്ററി കൂടി ചേർക്കും. അതിങ്ങനെയാണ്: ആസാമിലെ തെരഞ്ഞെടുപ്പിൽ ബിജെപി പരാജയപ്പെട്ടാൽ ഈ ആസാമിലേക്ക് അവർ വരും. ആരാ വരുന്നത് എന്ന ചോദ്യത്തിന് ബിജെപി ആസാമിൽ കൊടുക്കുന്ന ഉത്തരവാണ് ഗസ മുനമ്പിലെ പാവപ്പെട്ട കുട്ടികളെ കൊന്നുകൊള്ളാൻ ഇസ്രയേലിനുള്ള ന്യായം. ഇവര് സാധാരണക്കാരല്ല. ഇവര് ലാൻഡ് ജിഹാദ് നടത്തും, ഇവര് ലവ് ജിഹാദ് നടത്തും, ഇവരുടെ സ്ത്രീകളെ പ്രസവ ജിഹാദിന്റെ ആളുകളാണ്. ഇങ്ങനെ പോയാലോ ആസാമിൽ അവർ ഭൂരിപക്ഷമാകും. നമ്മുടെ നിലനിൽപ്പിന് അവർ അപകടമാകും. ബെഞ്ചമിൻ നെതന്യാഹു എന്ന ലോകം കണ്ട ഏറ്റവും ക്രൂരനായ ഭരണാധികാരിയോട് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയാൾ ഐക്യപ്പെടുന്നത് എവിടെയാണെന്ന്, അവർ കൂടപ്പിറപ്പുകളാകുന്നത് എവിടെയാണെന്ന്, ഗാസ മുനമ്പിൽ കുട്ടികൾ മരിച്ചു വീഴുമ്പോ നരേന്ദ്രമോദി വാതുറക്കാത്തത് എന്തുകൊണ്ടെന്ന്, ആ കൂട്ടക്കൊലയ്ക്ക് ഈ രാജ്യം ആയുധങ്ങൾ എത്തിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായോ? ഗാസയിലെ ആ പാവപ്പെട്ട കുട്ടികളെ കാണുമ്പോ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കണ്ണിൽ ഒരു വെറുപ്പുണ്ട്, ഒരു ഭീതിയുണ്ട്. ആ ഭീതി ഇവർ വളർന്നാൽ ഇവരെന്റെ നിലനിൽപ്പിന് ഭീഷണിയാണ് എന്നതാണ്. അതേ വെറുപ്പാണ്, അതേ ഭീതിയാണ്, അതേ മുസ്ലിം വിദ്വേഷമാണ്, അതേ വംശഹത്യയാണ് രാജ്യം ഭരിക്കുന്ന ബിജെപിയെ നയിക്കുന്നത് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോഴോ ആസാമിനെ കുറിച്ച് ഞാൻ